ഹലോ നമസ്കാരം, ഞാൻ കുട്ടീസ് ടിവിയിൽ നിന്നും മുഹമ്മദ് സമാനാണ് ചേരുന്നത്. ഇന്ന് HIM UP സ്കൂളിൽ ഇലക്ഷൻ ആണ്. ചൂടുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. കൈനനയാതെ മീൻ പിടിക്കണം, മീൻ പിടിക്കണം. വോട്ട് ചെയ്ത കുറെ കൂട്ടുകാർ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത്? ഞങ്ങൾ ഈ ഗ്രൗണ്ട് നന്നാക്കി തരാറുള്ളത്, പിന്നെ പീച്ച്, ബോള്, പിന്നെ പോസ്റ്റൊക്കെ റെഡിയാക്കി തരാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അത് പറയാൻ പാടില്ലല്ലോ. രാജാവ് എന്നും ജേതാവ്. താങ്കൾ എന്തിനാണ് മത്സരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇഷാൻജുഗുനു. ഞാൻ 7B ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ വർഷം സ്കൂൾ ലീഡറായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീനിയർ അസിസ്റ്റന്റ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. കുറച്ച് വിവരങ്ങൾ ടീച്ചറോട് ചോദിച്ചറിയാം. ടീച്ചർ, എങ്ങനെയാണ് ഇലക്ഷനെ വിലയിരുത്തുന്നത്? കുട്ടികൾ വളരെയേറെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും വിദ്യാലയത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് കൈകോർക്കണം. 6D ക്ലാസ്സിലെ കുറച്ച് കൂട്ടുകാർ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ്, പിന്നെ പുതിയ ഫുട്ബോൾ വെച്ചരാന്ന് പറഞ്ഞ്. എന്തായാലും ജയിക്കും, 100% ഉറപ്പാണ്. എന്റെ പേര് ഷന ഫാത്തിമ. ഞാൻ 7th പഠിക്കുന്നത്. ഞാൻ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നുണ്ട്. സ്കൂൾ ലീഡറിന്റെ സ്ഥാനത്ത് സൈദ മെഹറിൻ ഉറപ്പായി 100% ജയിക്കും. സ്റ്റുഡന്റ് എഡിറ്റർ ആയിട്ട് ജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% അവൾ ജയിക്കും. ആപത്തില്ലവനാന്റെ തടി നോക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ജയിക്കുന്ന ഉറപ്പുണ്ടോ? ജയിക്കുന്ന ഉറപ്പുണ്ടോ? ജയിക്കുന്ന ഉറപ്പില്ലേ? ജയിച്ച സ്കൂളിന്റെ എല്ലാ കുട്ടികൾക്കും പായസം കൊടുക്കുമോ? ജയിക്കുന്ന ഉറപ്പുണ്ടോ? പായസം കൊടുക്കുമോ? ജയിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ാണ് വോട്ടോടുകൂടി സ്റ്റുഡന്റ് എഡിറ്റർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലിയ ഷെർബിന, 7th E. രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും